വിജയേട്ടൻ്റെ കുടുംബത്തെയും ചേർത്ത് നിർത്തി മുന്നോട്ട് പോകും. തർക്കമില്ല. ഞാൻ പറഞ്ഞ ഇത് അന്വേഷണ കമ്മീഷൻ വെച്ചല്ലോ, ആ കമ്മീഷൻ്റെ പരിധിയിൽ അതൊക്കെ വരുമല്ലോ. എന്തെങ്കിലും ഞാൻ ഒരു കാര്യം പറയാം, IC ബാലകൃഷ്ണൻ MLA SP-ക്ക് പരാതി കൊടുത്ത ഒരാളാണ്. പോലീസ് CPM-ൻ്റെ കയ്യിലാണ്, വിജിലൻസ് CPM-ൻ്റെ കയ്യിലാണ്, ഭരണം അവരുടെ കയ്യിലാണ്. ആ സമയത്താണ് IC ബാലകൃഷ്ണൻ MLA SP-ക്ക് പരാതി കൊടുത്തത്. ആ പരാതി കൊടുത്തത് ഒരു ധാർമ്മിക ശേഷിയാണ്. പിന്നെ നിങ്ങൾ പറയട്ടെ, പിന്നെ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഈ വിഷയങ്ങളെ സംബന്ധിച്ചതായിരിക്കുന്ന കാര്യങ്ങൾ വിജയേട്ടൻ്റെ മരണം വല്ലാതെ വേദനിപ്പിക്കുന്ന മരണമാണ്. അതിൻ്റെ ഏറ്റവും വലിയ പ്രയാസം ആ കുടുംബത്തിനുണ്ട്, പാർട്ടിക്കുണ്ട്. അതുകൊണ്ടാണ് പാർട്ടി കമ്മീഷൻ വെച്ചത്. രണ്ടാമത്തെ എൻക്വയറിയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അതിൽ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാനുള്ള പരിധി നിശ്ചയിക്കാത്തതായിട്ടുള്ള എൻക്വയറിയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ആ എൻക്വയറിയിൽ ഈ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ സംസാരിക്കട്ടെ, അതിലൂടെ പുറത്തു വരും. കഴിഞ്ഞില്ലല്ലോ. ഏതാ ആദ്യത്തെ എൻക്വയറിയിൽ കുറേ കാര്യങ്ങൾ അതിൽ കണ്ടെത്തി. ആ കണ്ടെത്തിയതിനെ തുറന്നുള്ളതായിരിക്കുന്ന ചില സ്റ്റെപ്സ് ഉണ്ടായി, അതിൽ ചില നടപടികളുണ്ടായി. അതെല്ലാം നമ്മൾ സംസാരിച്ചാണ്, ചർച്ച ചെയ്തതാണ്. അത് കഴിഞ്ഞ് വിജയേട്ടൻ്റെ മരണം, ആ മരണത്തെ തുടർന്നുള്ളതായ ഇൻറ്റേണൽ എൻക്വയറി പാർട്ടി തലത്തിൽ നടത്തേണ്ടതുണ്ട്. അവിടെ എൻക്വയറി പ്രഖ്യാപിച്ചു. ആ എൻക്വയറി കമ്മീഷൻ തൊട്ടടുത്ത ദിവസം തന്നെ തിരുവനന്തപുരം രാധാകൃഷ്ണനൊക്കെ കാറിൽ യാത്ര ചെയ്താണ് പോകുന്നത്. തൊട്ടടുത്ത ദിവസം തന്നെ DCC ഓഫീസിൽ വന്നു, പ്രധാനപ്പെട്ട ആളുകളുമായിട്ട് പ്രാഥമിക സംസാരം നടത്തി. അത് കഴിഞ്ഞ് ആ വീട്ടിൽ പോയി അവരുമായിട്ട് വിശദമായി സംസാരിച്ചു. അത് കഴിഞ്ഞ് അതിൻ്റെ തുടർ പ്രോസസ്സ് നടക്കുക. ആ എൻക്വയറി നടക്കട്ടെ, ആ എൻക്വയറിയിലൂടെ കാര്യങ്ങൾ പുറത്തു വരും. ഏതാ ഞാൻ പറയട്ടെ, ഇപ്പോൾ മാറ്റി നിർത്തുക എന്നുള്ളത് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ചില മാധ്യമങ്ങളൊക്കെ പറഞ്ഞു മാറ്റി നിർത്താൻ പോകുന്നു എന്നുള്ളത്. പാർട്ടി നേതൃത്വത്തോടും പാർട്ടി പ്രവർത്തകരോടും ഒക്കെ അവർ പറഞ്ഞിരിക്കുന്നത് അവരുടെ ഭാഗത്ത് വീഴ്ചകളും തെറ്റുകളും ഇല്ല എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യം അറിയാൻ ഒരു കമ്മീഷൻ വെച്ചു. ആ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരട്ടെ. ആ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുന്നത് വരെ കാത്തു നിൽക്കുക. നവീൻ ബാബുവിൻ്റെ മരണം, ആ മരണവും അതിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ മാറ്റി നിർത്തി എന്ന് പറഞ്ഞു. മാറ്റി നിർത്തിയിട്ട് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ കൂടെ നിന്നതായിരിക്കുന്ന പത്തനംതിട്ട ജില്ലാ ഘടകത്തെ ശാസിക്കുന്ന സംസ്ഥാന നേതൃത്വമാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എൻക്വയറി അവിടെ പാർട്ടി എൻക്വയറി ഉണ്ടായിട്ടില്ലല്ലോ. അവിടെ പോലീസ് എൻക്വയറിയാണ് ഉണ്ടായത്. അങ്ങനെ ഒരു ചർച്ചാ കാര്യങ്ങൾ ഏതെങ്കിലും തലത്തിൽ നടന്നതായി എനിക്കറിവില്ല. നിലവിൽ ചർച്ച നടന്നതായി എനിക്കറിയില്ല. ഏതാ അത് ഇതിൽ ഈ പണം ഏത് രീതിയിൽ ആരൊക്കെ വാങ്ങി ഏതൊക്കെ ആവശ്യത്തിന് ഉപയോഗിച്ചു, ഇവർ വല്ലവരും ഇതിൽ പങ്കാളിത്തം ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടണമല്ലോ. ആ പരിശോധിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് കമ്മിറ്റി വെച്ചത്. ആ കമ്മീഷൻ എൻക്വയറി നടക്കട്ടെ. അല്ല, വിജയേട്ടൻ്റെ അതിന് ശേഷമുള്ള വിജയേട്ടൻ്റെ മരണം ഉണ്ടായത്. ഇപ്പം രണ്ട് കാര്യം പുതുതായിട്ട് വന്നു. ഒന്ന് വിജയേട്ടൻ്റെ മരണം, രണ്ട് വിജയേട്ടൻ്റെ ആത്മഹത്യാക്കുറിപ്പ്. അതിൽ ആത്മഹത്യാക്കുറിപ്പ് ഒന്ന് അവസാനം എഴുതിയ കുറിപ്പുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നതായ കത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് എപ്പോൾ എഴുതിയതാണ് എന്നുള്ളത്
ഫോറൻസിക് പരിശോധനയിലൂടെ പുറത്തു വരേണ്ടതുണ്ട്. അപ്പോൾ ഈ പ്രത്യേക സാഹചര്യത്തിലാണ് പാർട്ടി എൻക്വയറി വെച്ചത്. ആ എൻക്വയറി കമ്മീഷൻ അതിപ്രധാനികളായിട്ടുള്ള ആളുകളെ വെച്ചുകൊണ്ടാണ്. ആ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നതോടുകൂടി ഇതിൽ ക്ലാരിറ്റി ഉണ്ടാകും, വ്യക്തതയുണ്ടാകും. ആര് പറഞ്ഞു? ആ ഞാൻ അങ്ങനെയല്ല പറഞ്ഞു. അത് ആ മാധ്യമം വളച്ചൊടിച്ചാൽ ഞാൻ അവരെ തന്നെ വിളിച്ചിട്ട് ഞാൻ പ്രതിഷേധം പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഈ എൻക്വയറി വെച്ച് അന്വേഷണത്തിലൂടെ, പോലീസ് അന്വേഷണമാണെങ്കിലും പാർട്ടി അന്വേഷണമാണെങ്കിലും അന്വേഷണത്തിലൂടെ ഈ പണം ആര്, എവിടെ, എങ്ങനെ, എന്തിന് എന്നുള്ളതൊക്കെ വ്യക്തമാകാം. പ്രാഥമികമായി ഇതങ്ങ് എല്ലാം പാർട്ടി ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നതല്ല ഉചിതം. അന്ന് പറഞ്ഞത് അങ്ങനെയാണ്. ഏറ്റെടുക്കുമെന്നോ ഏറ്റെടുക്കില്ല എന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. ഞങ്ങളിപ്പോൾ ഒരു കാര്യം പറയുന്നു, ആ കുടുംബത്തെ തള്ളിപ്പറഞ്ഞ് വിജയേട്ടൻ്റെ സെൻറ്റിമെൻസിനെ തള്ളിപ്പറഞ്ഞ് പാർട്ടി മുന്നോട്ട് പോവില്ല. ആ കാര്യം നിങ്ങളോട് തുറന്നു പറയുന്നു. ഞങ്ങൾ ആ കുടുംബവുമായി അവർ ആശുപത്രിയിൽ ഈ വിവരം അറിഞ്ഞ ഉടനെ പ്രിയങ്ക ഗാന്ധി കുടുംബത്തെ വിളിച്ചു. പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ കുടുംബത്തെ വിളിച്ചു. പ്രധാനപ്പെട്ട ആളുകൾ, പാർലമെന്റ് മണ്ഡലവുമായി ബന്ധപ്പെട്ട എല്ലാവരും ആശുപത്രിയിൽ പോയി. മരിച്ചു കഴിഞ്ഞപ്പം പ്രിയങ്ക ഗാന്ധി വിളിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഫോൺ എടുക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ ഇതുമായിട്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിലെല്ലാവരും ഇതിൻ്റെ കുടുംബത്തിൻ്റെ സെൻറ്റിമെൻസിൻ്റെ കൂടെ. അതിലാരെയും തള്ളിപ്പറയുന്ന പ്രശ്നമില്ല.